ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഓബീസ് വേൾഡ്. അപ്പൊ ഹരി വിശാൽ കോംബോല് രത്നം പടം ഞാൻ കണ്ടു. പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എന്താ പറയാ, ഒരു ആക്ഷൻ മെഗാ സീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹരിയുടെ സിനിമ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സാമി എടുക്കാം, താമരഭരണി എടുക്കാം, സിംഗം എടുക്കാം. അതിലേറ്റവും ബെസ്റ്റും അതിലേറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ഹരിയുടെ സ്ക്രീൻ പ്ലേ ആണ്. അത്ര ഫാസ്റ്റ് ആയിരിക്കും ഹരിയുടെ സ്ക്രീൻ പ്ലേ. ഹരി സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. പക്ഷെ ഈ സിനിമയിൽ അത് കോട്ട വിട്ടു തന്നെ പറയേണ്ടി വരും. കാരണം സ്ക്രീൻ പ്ലേയിലൊക്കെ വൻ ലാഗ് എനിക്ക് തോന്നി. ഒരു ആവശ്യമില്ലാത്ത അവിടെ സീരിയസ് ആയിട്ട് സീൻ മുമ്പ് അടുത്ത സീൻ കട്ട് ചെയ്ത കോമഡി. ഇത് പണ്ട് കാലത്ത് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോഴൊക്കെ അത് ഔട്ട്ഡേറ്റഡ് ആയി. പിന്നെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് സിംഗത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു ലാൻഡ് ആയിട്ട് ബന്ധപ്പെട്ടാണ്, ലാൻഡിന്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ്. ലാൻഡ് മാഫിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു തുടക്കം, ഓക്കെ, ടെഫ്റ്റ് ലാൻഡ് മാഫിയ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ആവശ്യമില്ലാത്ത ഫാമിലി സെന്റിമെന്റ്സ് ഒരുപാട് ഇടത്തിൽ കുറച്ച് വേണം. ഫാമിലി സെന്റിമെന്റ്സ് വേണമെന്നല്ല, കാരണം അതൊരു ഫാമിലി പടമായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഫാമിലി സെന്റിമെന്റ്സ് ഓവറായി, അതിന്റെ ഇടയിൽ കൂടെ ഫൈറ്റ്സ് ഓവറായി. അപ്പൊ മൊത്തത്തിൽ പടം മൊത്തം ലാഗായി. ഇതില് എനിക്ക് അതാണ് തോന്നുന്നത്, ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് കഥ വരുമ്പോഴേക്കും തന്നെ ഭയങ്കര ലാഗ്. ഒരു സീരിയലൊക്കെ കാണുന്ന ഒരു ഇതില് ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങനെ ഞെട്ടിപ്പിക്കുന്ന എന്ന് പറഞ്ഞ 4-5 സൗണ്ട്, അവിടെ നിന്ന് 2-3 ഫൈറ്റ്, ഇടയിൽ കൂടെ ആവശ്യമില്ലാത്തവിടെ പാട്ട് DSP. എന്തിനാ പുള്ളിക്കാരനെ വെറുതെ തമിഴ് സിനിമയ്ക്ക് വിളിച്ചിട്ട് വരുന്നത്? അവിടെ തെലുങ്കിൽ പൻ ഹിറ്റുകൾ കൊടുത്തിരിക്കുന്ന ആളിനെ ഇവിടെ കൊണ്ടുവന്ന് വിളിച്ചിട്ട് സിനിമയുടെ സിറ്റുവേഷനും BGM-നും ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ BGMs ആണ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ സിംഗം എടുത്തു, സിംഗത്തിൽ ഒരു ആക്ഷൻ സീൻ വരുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫാമിലി പടം എന്ന് വെച്ചാൽ താമരഭരണി എടുത്തു, അതിലൊരു ആക്ഷൻ വരുമ്പോ വിശാലിന്റെ ഇൻട്രോന്റെ അപ്പോ താമരഭരണി ആലോചിച്ച് നോക്ക്, കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്, നമ്മുടെ ആള് ബൈക്കിൽ വരുന്നു. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുമ്പോ ഇതില് ഓപ്പണിംഗിൽ ഒരു BGM നമ്മുടെ ABC പ്രസാദ് ഇടുന്നുണ്ട്. ഏതോ മരണ വീട്ടില് വീണ വായിക്കുന്ന പോലത്തെ ഒരു സീനാണ്, മനസ്സിലായി? അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കുളവാക്കി വെച്ചിരിക്കുക. പക്ഷെ ഇവര് പറഞ്ഞത് ഫാമിലി പടം, അതിന്റെ ഇടയിൽ കൂടെ 8 ഫൈറ്റ് കയറ്റിയിട്ടുണ്ട്. ഫൈറ്റ് 60%, ഫാമിലി 40% എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മൊത്തത്തിലൊരു അവാർഡ് പടം പോലെ തോന്നി. ആവശ്യമില്ലാത്തടുത്ത ഫൈറ്റ് പ്ലേസ്, പിന്നെ ഫൈറ്റ്സും അത്ര കൊറിയോഗ്രാഫി നന്നായിട്ടില്ല. അവസാനം എത്തുമ്പോൾ പടം തീരും, ക്രിസ്പായിട്ട് ഒരു ഫൈറ്റ് വരും എന്ന് വിചാരിക്കുമ്പോൾ പ്രിയ ഭവാനി ശങ്കറും വിശാലും തമ്മിൽ ഒരു കോൺവെർസേഷൻ വരും. അവര് സെന്റിമെന്റ് അടിക്കുമ്പോൾ പ്രിയ ഭവാനി ശങ്കറൊക്കെ സെന്റിമെന്റ് കാണിക്കണം, നമുക്കിവിടെ ശരിയായി വരുന്നത്. കാരണം അതൊന്നും ഡയലോഗ്, അയ്യോ അത് ഞാൻ പറയാൻ പറ്റും. ഹരി സിനിമ എന്ന് പറഞ്ഞാൽ ഡയലോഗ് ആയിരിക്കും ബെസ്റ്റ്. ഓങ്കി അടിച്ച 110 വെയിറ്റർ എന്ന് പറയുന്ന പോലെ, ആർച്ചാമി എന്ന് പറയുന്ന പോലെ അതൊക്കെ പഞ്ചായത്ത് അടിക്കണം. ഇവിടെ പഞ്ച് മറ്റേ പൂളക്കായി കൊട്ടുന്നവരെ ഒരു എന്താ പറയുക, നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വരുന്നില്ല. ഒരു ഹരിപ്പടം പോലെ എനിക്ക് തോന്നിയില്ല, ഒരു അവാർഡ് പടം പോലെ തോന്നി. എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോന്ന് വെച്ചാൽ വിശാൽ പുള്ളിക്കാരൻ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്, നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. യോഗി ബാബുവിന്റെ ഒരു 2-3 കോമഡി അവിടെ എവിടെയെങ്കിലും വർക്ക്ഔട്ട് ആയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിരിക്കാം ഫാമിലി ആയിട്ട് പോയിട്ട്. മേ ബി അത്രയേ ഉള്ളൂ. അതിന് മേലൊന്നും എനിക്ക് ആരെയൊന്നും പറയാനൊന്നുമില്ല. മേ ബി ഫാമിലി ഓഡിയൻസിന് വേണമെങ്കിൽ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പോഴത്തുള്ള ഫാമിലി ഓഡിയൻസും അവോയ്ഡ് ചെയ്ത് തുടങ്ങി, കാരണം അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി. മേ ബി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷെ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. ഉറപ്പായും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ കാണാം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. രത്നം ഇസ് എ മെഗാ ആക്ഷൻ സീരിയൽ. എനിക്ക് അതുപോലെ തോന്നിയത്. വേണ്ടവർക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാം. ബൈ.